നമസ്കാരം. ഞാൻ ശശിധരൻ വീറ്റി. അധർമ്മം ചെയ്തവർക്ക് ഒരു മുന്നറിയിപ്പാണ്. അധർമ്മം ആര് ചെയ്താലും അവരുടെ പദവിയോ പണക്കൊഴുപ്പോ ഒന്നും ദൈവം നോക്കത്തില്ല. അധർമ്മികൾക്ക് ദൈവശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, നിങ്ങളോ നിങ്ങളുടെ മക്കളോ അധർമ്മം ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരോട് പറയണം, അധർമ്മം ചെയ്യരുത്, പാപമാണ്, അതിന് ശിക്ഷ കിട്ടും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശിക്ഷ കിട്ടും, യാതൊരു സംശയവുമില്ല. തനിക്കോ മറ്റൊരാൾക്കോ ഏതെങ്കിലും ചരാചരത്തിനോ ഏതെങ്കിലും ജീവജാലങ്ങൾക്കോ ജന്തുക്കൾക്കോ ദോഷം വരുന്ന പ്രവൃത്തി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ചിന്തിച്ചാലും ദൈവശിക്ഷ കിട്ടും, പ്രവർത്തിച്ചാലും ദൈവശിക്ഷ കിട്ടും. ഇനിയും ഇതിനൊരു പോംവഴിയുണ്ട്. മാപ്പ് കിട്ടും. ചെയ്ത അധർമ്മങ്ങളെല്ലാം ദൈവത്തിനോട് ഏറ്റുപറയണം. എന്നിട്ട് അവ ചെയ്യാതിരിക്കണം. കടും നോയമ്പെടുക്കണം. കുറഞ്ഞ പക്ഷം 6 മാസമെങ്കിലും കടും നോയമ്പെടുത്ത് പ്രാർത്ഥിക്കണം. പിന്നീട് അങ്ങോട്ട് ഒരു അധർമ്മവും ചെയ്യരുത്. ചെയ്താൽ ദൈവശിക്ഷ ഉറപ്പായി. ഈ ഭൂമിയിൽ തന്നെയുണ്ട് സ്വർഗവും നരകവും. അധർമ്മം ചെയ്തവൻ്റെ ഒന്നും വീട്ടിൽ മനസമാധാനമോ സന്തോഷമോ ഇല്ല. സംശയമുണ്ടെങ്കിൽ തിരക്കി നോക്ക്. മനസമാധാനവുമില്ല, സന്തോഷവുമില്ല. ഇവർ മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പായുകയാണ്. ഇവർ മക്കൾ പായുകയാണ്. കിട്ടത്തില്ല. ഇവർക്കും കിട്ടില്ല, ഇവരുടെ മക്കൾക്കും കിട്ടില്ല, 14 തലമുറയ്ക്ക് കിട്ടില്ല എന്നാണ് ഒരാൾ അധർമ്മം ചെയ്താൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് അധർമ്മങ്ങൾ ചെയ്യരുത്, ചിന്തിക്കരുത്. മദ്യപാനം, പുകവലി, പണം വച്ചുള്ള ചൂതുകളി, ചതി, വഞ്ചന, ചൂഷണം, പീഡനം, സമ്മതത്തോടു കൂടിയാ ചിലർ പറയും, ഞാനത് സമ്മതത്തോടു കൂടി ചെയ്ത ഒരു പ്രവൃത്തി, അതിന് കേസില്ലല്ലോ എന്ന്. ദൈവത്തിന് മുമ്പിൽ കേസുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീ, അതാണ് ഭൂമിയുടെ നിയമം. പരസ്ത്രീകളുമായിട്ട് പല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പോയാൽ നിങ്ങളുടെ മക്കൾ അതിൻ്റെ 10 മടങ്ങല്ല 100 മടങ്ങ് ചെയ്യും. അന്നേരം നിങ്ങളുടെ കണ്ണിൽ കൂടെ കണ്ണീരൊഴുകിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ. കാരണം ജനം നന്നാകട്ടെ, ഭൂമിയിലെ മനുഷ്യർ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അധർമ്മം ചെയ്യരുത്. തനിക്ക് ദോഷം വരുന്ന പ്രവൃത്തി ചെയ്യരുത്. പല ബന്ധങ്ങൾ പാടില്ല. ഇതിനൊക്കെ ദൈവശിക്ഷ കിട്ടും. നിങ്ങൾ വിചാരിക്കും, കേസുമില്ല, കോടതിയില്ല, പിന്നെ ആരും അറിഞ്ഞിട്ടുമില്ല, പിന്നെ എന്ത് ശിക്ഷയാണ്? പക്ഷേ നിൻ്റെ മനസാക്ഷി കണ്ടതല്ലേ. മനസാക്ഷി കള്ളം പറയത്തില്ല. അത് പറയും. നീ ചെയ്ത മുഴുവൻ പ്രവൃത്തിയും മനസാക്ഷിയോട് ചോദിച്ചാൽ പറയും. വലിയ അധർമ്മികളുടെ നേതാവ് വിചാരിക്കുന്നത് ഇയാൾ ചെയ്ത അധർമ്മമൊന്നും ഭൂമിയിൽ ആർക്കും അറിയത്തില്ല. കുറേ സ്തുതിപാഠക തൊഴിലാളികൾ, ന്യായീകരണ തൊഴിലാളികൾ. അധർമ്മി എന്ത് അധർമ്മം ചെയ്താലും അത് മറച്ചു വെച്ചുകൊണ്ടങ്ങ് വെള്ള പൂശും. ഇതൊക്കെ ജനത്തിന് അറിയാം. ഇത് പൂശലാണെന്നും ഇത് ഒറിജിനലല്ലെന്നും ഇത് പൂശിയ സ്വർണ്ണമാണെന്നും ഒക്കെ ജനത്തിനറിയാം. ജനങ്ങളൊന്നും വിഡ്ഢികളല്ല. എല്ലാവരും കഴിവുള്ളവരും നല്ലതുപോലെ അധ്വാനിക്കുന്നവരും പരിശ്രമശാലികളും സൽജീവിതം നയിക്കുന്നവരും ആ ഭൂമിയിലെ ജനങ്ങളിൽ കൂടുതലും. അവരെ പറഞ്ഞു പറ്റിച്ച് ന്യായീകരണം നടത്തി ഒരാളെ അങ്ങ് മാന്യനാക്കി, ബഹുമാന്യനാക്കി. പക്ഷേ ഇതൊന്നും ദൈവം മുമ്പിൽ നിങ്ങൾ ഈ ന്യായീകരണ തൊഴിലാളികൾക്കും ശിക്ഷ കിട്ടും, സ്തുതിപാഠക തൊഴിലാളികൾക്കും കിട്ടും ശിക്ഷ. കാരണം ഒരു അധർമ്മിക്ക് വേണ്ടി നടത്തുന്ന വെള്ളപൂശൽ, ഒരു അധർമ്മിയെ ധർമ്മിയാക്കാൻ വേണ്ടി നടത്തുന്ന പ്രയത്നം, ഇതിനൊക്കെ ദൈവശിക്ഷ ഉറപ്പാണ്. നിൻ്റെ ഒന്നും വീട്ടിൽ മനസമാധാനം കിട്ടുകയില്ല. സത്യം, സന്തോഷം കിട്ടുകയില്ല. ഇനിയും തുടരും. നന്ദി, നമസ്കാരം.